ഈ ഒരു ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ചാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും ഒരു റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്ത് ബുദ്ധിമുട്ടത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചാർട്ട്. ഇത് എനിക്ക് നിങ്ങൾക്ക് PDF രൂപത്തിൽ അയച്ചു തരാൻ സാധിക്കും. ചാർട്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്ത് തരാം. ഇതിനകത്തിൽ 5 ഡിഫറെൻറ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ETF, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, കോയിൻസ്, റിയൽ എസ്റ്റേറ്റ്. അത് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട 5 ഫാക്ടേഴ്സ് വരും. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് 3 ഔട്ട് ഓഫ് 5 നിങ്ങൾക്ക് യെസ് കിട്ടുവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഗോളിന് സ്യൂട്ടബിൾ ആണ് എന്നാണ് എൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ബെറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്, മാർക്കറ്റ് അഡോപ്ഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവുക. നിങ്ങളുടെ ടൈം ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് എത്രത്തോളം വേണം? ഒരു മീഡിയം ഇൻവോൾവ്മെൻറ്റ് വേണം. ഇതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺ വെരി ഹൈ ആണ് ഇതിൻ്റെ വോളറ്റിലിറ്റി. അതുപോലെ ഇതിന് കോമ്പൗണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഈ വെരി ഹൈ വോളറ്റിലിറ്റി ആയതുകൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്ററായിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഇമോഷണലി ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ ലെവൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോമ്പൗണ്ടിങ്ങിന് പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ചൈൽഡ് എഡ്യൂക്കേഷൻ പോലുള്ളൊരു ഗോളിന് നിങ്ങൾക്ക് ഇത് സൂട്ടബിൾ ആണോ? ഇതിനകത്തിൽ ശരിയും തെറ്റുമില്ല. ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് മാറ്റർ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് 3 ഫാക്ടേഴ്സ് നിങ്ങൾക്ക് യെസ് എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. മറിച്ച് നിങ്ങൾക്ക് മറ്റ് ETF പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾക്ക് കൂടുതൽ യെസ് കിട്ടുന്നതെങ്കിൽ യു ഷുഡ് ഡിസൈഡ് ഓൺ ETF ഓവർ അതർ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങളിത് കമൻറ്റ് ചെയ്തിട്ട് ഈ ചാർട്ടിന് വേണ്ടിയിട്ടുള്ള PDF റിക്വസ്റ്റ് അയച്ചോളൂ.